ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 14ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. 6ാമത്തെ യൂണിറ്റിന്റെ 14ാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണെന്ന് പറഞ്ഞു. അതായത് താഴെ നിന്നും മുകളിലുള്ള ഒരു ഒബ്ജക്റ്റ് കാണുമ്പോൾ നമ്മൾ തല മുകളിലേക്ക് അല്പം ഉയർത്തി നോക്കേണ്ടതുണ്ട്. അപ്പോൾ റേസ്ഡ് വ്യൂവിനും സ്ട്രെയിറ്റ് വ്യൂവിനും ഇടയ്ക്കുള്ള ആംഗിളായിരുന്നു ആംഗിൾ ഓഫ് എലിവേഷൻ. ഇവിടെ നമ്മൾ മുകളിൽ വെൻ വ്യൂഡ് ഫ്രം ടോപ്പ്, മുകളിൽ നിന്ന് താഴെയുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണുക എന്ന് വിചാരിക്കുക. അപ്പോൾ മുകളിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ കാണണമെങ്കിൽ നേരെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇതുപോലെ ഇതിൻ്റെ നേരെ, അതായത് തറയ്ക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ സ്ട്രൈറ്റ് ലൈനിലായിരിക്കും. അപ്പോൾ നേരെ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് സ്ട്രെയിറ്റ് വ്യൂ. നേരെ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ്, ആ സ്ട്രെയിറ്റ് വ്യൂ ആണ് ഇവിടെ കാണുന്നത്. നമ്മൾ താഴെയുള്ള ഒബ്ജക്റ്റ്, നമുക്ക് താഴെയുള്ള ഒരു മരം കൊടുത്തിട്ടുണ്ട്, ആ മരത്തിന്റെ ചുവട കാണേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ലോവർ അവർ ഹെഡ്. നമ്മൾക്ക് തല അല്പം താഴോട്ട് കുനിക്കണം. അങ്ങനെ കുനിക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കാണിക്കുന്നത്. കണ്ടോ, ഈ വ്യൂ നേരെ താഴെ വരും. കണ്ടോ, അപ്പൊ നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ഇതിന് ലോവേർഡ് വ്യൂ എന്ന് പറയും. ഇത് സ്ട്രെയിറ്റ് വ്യൂ. അപ്പൊ ഈ സ്ട്രെയിറ്റ് വ്യൂവിനും ലോവേർഡ് വ്യൂവിനും ഇടയ്ക്കുള്ള ഈ ആംഗിളിന് പറയുന്ന പേര് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നാണ്. അപ്പൊ ഇത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ഇത് സ്ട്രെയിറ്റ് വ്യൂ, ഇത് ലോവേർഡ് വ്യൂ. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ സ്ട്രെയിറ്റ് വ്യൂ ആൻഡ് ലോവേർഡ് വ്യൂ ഇസ് കോൾഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പോൾ ഈ ആംഗിളിലാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആംഗിൾ ഓഫ് എലിവേഷനും ഈക്വൽ ആയിരിക്കും. കാരണം ഈ രണ്ട് ആംഗിളും രണ്ട് പാരലൽ ലൈൻസിന് ട്രാൻസ്വേഴ്സിന് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. അപ്പോൾ ഈ കോണുകൾ രണ്ടും, ഈ ആംഗിൾസ് രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, angle between straight view and lowered view is called angle of depression. Clear ആയ പറഞ്ഞത്? ഓക്കെ, ഇത് ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. A man standing on the top of a tower sees foot of a tree at a distance of 40 meters from the foot of the tower at an angle of depression 50 degree. Find the height of the tower. അപ്പോൾ ടവറിന്റെ മുകളിൽ നിന്നിട്ട് താഴെയുള്ള ഒരു മരത്തിന്റെ ചുവടറ്റം 50 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ കാണുന്നു. ഈ ടവറിന്റെ ചുവട്ടിൽ നിന്ന് മരത്തിലേക്കുള്ള അകലം 40 മീറ്റർ ആണ് എങ്കിൽ ടവറിന്റെ ഹൈറ്റ് എത്ര? അതാണ് ചോദ്യം. ടവറിൽ നിന്ന് ഈ മരത്തിന്റെ ചുവട്ടിലേക്കുള്ള അകലം 40 മീറ്റർ ആണ്. ആംഗിൾ ബിറ്റ്വീൻ ദി ലോവേർഡ് വ്യൂ ആൻഡ് സ്ട്രെയിറ്റ് വ്യൂ, അതായത് 50 ഡിഗ്രി ആണ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ 50 ഡിഗ്രി ആണ്. അപ്പൊ ഇത് 50 ആണ്, ഇത് എത്ര വരും? അതും 50 വരും. അപ്പൊ നമുക്ക് ഹൈറ്റ് ഓഫ് ദി ടവർ ആണ് കണ്ടുപിടിക്കണം. അപ്പൊ h കണ്ടുപിടിക്കണം. ഇത് 50 ആണ്. അപ്പൊ നോക്കിയേ, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണിത് അല്ലെ, ഈ ആംഗിൾ തന്നെ. അതായത് ആംഗിൾ ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ആ ആംഗിൾ ഓഫ് ഡിപ്രഷൻ തന്നെയാണ് ആംഗിൾ ഓഫ് എലിവേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അഡ്ജസന്റ് സൈഡ് അറിയാം. അപ്പൊ ഓപ്പോസിറ്റും അഡ്ജസന്റും കണക്ട് ചെയ്യുന്ന റേഷ്യോ tan. So tan 50 is equal to h by 40. അപ്പോ h is equal to 40 into tan 50. 40 into tan 50 എന്ന് പറയുമ്പോൾ 40 into tan 50യുടെ വാല്യൂ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും 1.1918. അപ്പോൾ 40 into 1.1918 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 47.672 എന്ന് കിട്ടും. അതായത് അപ്രോക്സിമേറ്റ്ലി 47.67 മീറ്റർ. രണ്ട് ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്ത് നമുക്ക് എഴുതാം. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും ഒക്കെ കാണുന്നത് എങ്ങനെയാണ് ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? അതായത് നമ്മളിപ്പോൾ വെറുതെ മോഡൽ ചെയ്തിട്ട് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ആംഗിൾ കിട്ടൂലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലൈനോമീറ്റർ എന്ന് പറഞ്ഞ ഒരു ഉപകരണം, ഒരു പ്രൊട്രാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് നിർമ്മിക്കാം. ഒരു പ്രൊട്രാക്ടറിനോട് ചേർത്ത് ഒരു ചെറിയ പൈപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ 90 ഡിഗ്രി പോയിന്റിൽ നിന്ന് നേരെ താഴോട്ട് ഒരു വെയിറ്റ് കെട്ടി തൂക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇതിങ്ങനെ നേരെ നോക്കുമ്പോൾ ഹൊറിസോണ്ടലായിട്ട് നോക്കുമ്പോൾ ഈ പോയിന്റർ 90 ഡിഗ്രി പോയിന്റിലൂടെ ആയിരിക്കും. ഇനി അതായത് ഒരു പ്രൊട്രാക്ടറിനോട് ചേർത്ത് നമ്മൾ ചെറിയൊരു പൈപ്പ് കണക്ട് ചെയ്താൽ മതി. എന്നിട്ട് അതിന്റെ ഈ മിഡ് പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു പോയിന്റ് കെട്ടിത്തൂക്കി. ഈ സെറ്റപ്പിന് പറയുന്ന പേരാണ് ക്ലൈനോമീറ്റർ. ഈ ക്ലൈനോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും ഒക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇതാ നോക്കിക്കോളൂ. ഇതാ ഇവിടെ ഇപ്പോൾ കുറച്ചകലെയായിട്ടൊരു മരം നിൽക്കുന്നുണ്ട്. ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് അകലെ മാറി നിന്നിട്ട് ആ മരത്തിന്റെ മുകളൊക്കെ കാണുകയെന്ന് വിചാരിക്കാം. മുകളൊക്കെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പ്രൊട്രാക്ടർ ഇങ്ങനെ തിരിക്കേണ്ടി വരും. ആ കാണേണ്ട വ്യൂവിൽ ഇങ്ങനെ തിരിക്കേണ്ടി വരും. നേരെ ഹൊറിസോണ്ടലായിട്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ഇതാണ്. അപ്പോൾ തിരിച്ചു കഴിയുമ്പോൾ കാണുന്നത് ഇതെങ്ങനെയാണ്. അപ്പോൾ ഈ വെയിറ്റ് തൂക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് താഴോട്ട് തന്നെ കിടക്കുള്ളൂ. അതായത് ഈ പോയിന്റിന് താഴോട്ട് തന്നെ കിടക്കുള്ളൂ.
ഇത് ഇതായിട്ട് തന്നെ വരും. അപ്പോൾ ഈ 90 ഡിഗ്രി പോയിന്റ് ഇതാണ്. അപ്പോൾ ഇത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എലിവേഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയായിരിക്കും, ഈ ആംഗിൾ തന്നെയായിരിക്കും. അതായത് ഇത് ഹൊറിസോണ്ടൽ നേരെ നോക്കുമ്പോൾ ഉള്ളത് ഈ പൊസിഷനിലാണെങ്കിൽ ഇതാണ് സ്ട്രെയിറ്റ് വ്യൂ. അപ്പോൾ റേസ്ഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അതിന് രണ്ടിന് ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എപ്പോഴും ഈ 90 എത്ര ഡിഗ്രി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതായത് നമുക്ക് ഏത് മരത്തിന്റെ ഉയരം ഇതുപോലെ ഈ ക്ലൈനോമീറ്റർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാറി നിൽക്കുക, എന്നിട്ട് മുകളറ്റം നോക്കുക. മുകളറ്റം നോക്കുമ്പോൾ എത്ര ഡിഗ്രിയാണ് മാറിയിരിക്കുന്നത് ആംഗിൾ കണ്ടുപിടിക്കുക. ഈ അളവ് നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ ക്ലൈനോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും കണ്ടുപിടിക്കാൻ പറ്റും. ഒരു പുഴയാണിത്. ആ പുഴയുടെ അക്കരെ ഒരു മരം നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്ന മരത്തിൻ്റെ ഉയരം ഒന്ന് കണ്ടുപിടിക്കണം. ഇക്കരെയാണ് ഞാൻ നിൽക്കുന്നത്. ഇക്കരെ ഞാൻ നിൽക്കുന്നുണ്ട്. ആ അക്കരെയായിട്ട് ഒരു മരം നിൽക്കുന്നു. ഈ പുഴയുടെ വീതി എന്ന് അറിയില്ല. ഈ പുഴയുടെ അക്കരെ നമ്മൾ പോകാനും പറ്റില്ല. ഇപ്പം ഇക്കരെ നിന്ന് ഈ പുഴയുടെ വീതിയും കാണണം, മരത്തിൻ്റെ ഉയരവും കാണണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിപ്പോൾ ചെയ്ത പോലെ ഒരു ക്ലൈനോമീറ്റർ ഉണ്ടെങ്കിൽ മതി. എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്ന് നമ്മൾ അതിൻ്റെ ടോപ്പ് നോക്കുക. അപ്പോൾ ടോപ്പ് നോക്കുമ്പോൾ കണ്ടോ ഈ ഡിസ്റ്റൻസ് നമുക്കറിയില്ല, റിവറാണിത്. അപ്പോൾ ഇവിടെ എന്നിട്ട് നേരെ മുകളിലേക്ക് നോക്കുക. ഇതിൻ്റെ മുകളറ്റം കാണത്തക്ക രീതിയിൽ ക്ലൈനോമീറ്റർ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ആ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിളാണിത്. അപ്പോൾ ആ ആംഗിൾ 60 ഡിഗ്രിയാണ്. ക്ലൈനോമീറ്റർ ഉപയോഗിച്ച് ഇതിൻ്റെ മുകളറ്റം നോക്കിയപ്പോൾ 60 ഡിഗ്രി ആംഗിളിലാണ് ഇതിൻ്റെ മുകളറ്റം കണ്ടത്. ഈ ടോപ്പ് ഈസ് വ്യൂഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി. ഇനി അതിൻ്റെ മുമ്പിലേക്ക് നമുക്ക് ഈ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് പുഴയാണ്. പുഴയുടെ വീതി നമുക്കറിയില്ല. അക്കരെയാണ് ഈ മരം നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിലേക്ക് കുറച്ചിങ്ങനെ മാറി നിൽക്കുക. ഈ ഡിസ്റ്റൻസ് നമുക്ക് മാറാം, കാരണം അപ്പുറയാണ് പുഴ. അപ്പം പുറകിലേക്ക് മാറുക. പുറകിലേക്ക് മാറിയിട്ട് ഇതിൻ്റെ ടോപ്പ് നോക്കുക. അതായത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ 40 മീറ്റർ പുറകോട്ട് മാറി എന്ന് വിചാരിക്കാം. അപ്പോൾ 40 മീറ്റർ പുറകോട്ട് മാറി എന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ ചെയ്തത് 30 ഡിഗ്രിയിലാണ്. നമുക്ക് കിട്ടുന്ന അനുസരിച്ച് ചെയ്യാം. 30 ഡിഗ്രി അല്ലെങ്കിൽ ഇതിൻ്റെ ഹാഫ് വരത്തക്ക രീതിയിൽ നീങ്ങിയാലും മതി. ഇപ്പോൾ 60 ആണ്, 30 ആണ്. ഈ ഡിസ്റ്റൻസ് 40 മീറ്റർ ആണ്. ഇത് നമുക്ക് മെഷർ ചെയ്യാം, കാരണം ഞാനിവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന ദൂരമാണിത്. ഈ ദൂരം നമുക്ക് ടേപ്പ് ഉപയോഗിച്ച് മെഷർ ചെയ്ത് 40 മീറ്റർ ആണ്. ഇതറിയില്ല, ഇതും അറിയില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് വിട്ത്തും കണ്ടുപിടിക്കണം. അതായത് ഈ പുഴയുടെ വിട്ത്തായ EBയും കണ്ടുപിടിക്കണം, ഹൈറ്റായ AB + BCയും കണ്ടുപിടിക്കണം. നോക്കുന്ന ആളുടെ ഹൈറ്റ് 1.7 ആണ്. അത് തന്നിട്ടുണ്ട് 1.7. ഇത് 1.7, ഇത് 1.7, ഇത് 1.7. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ട്രീയുടെ അതിൻ്റെ കൂടെ 1.7 കൂടി കൂട്ടിയാൽ ഹൈറ്റ് ഓഫ് ദി ട്രീ കിട്ടും. ഈ ഡിസ്റ്റൻസ് ആണ് വിഡ്ത്ത് ഓഫ് ദി റിവർ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത നോക്കിയത്, ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് 60 ആണ്, ഇത് 30 ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 2 വെർട്ടെക്സുള്ള ആംഗിൾസിൻ്റെ സം ആയിരിക്കും അതിൻ്റെ തേർഡ് വെർട്ടെക്സിലെ ഔട്ടർ ആംഗിളിൻ്റെ മെഷർ. അതായത് ഈ എക്സ്റ്റീരിയർ ആംഗിൾ, ഔട്ടർ ആംഗിളിൻ്റെ മെഷർ ഇത് രണ്ടും കൂടി കൂട്ടുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ ഇത് 60 ആണ്, ഇത് 30 ആണെന്നറിയാം. അപ്പോൾ 30 കൂട്ടിയാലല്ലേ 60 വരിക. അപ്പോൾ 60 - 30 30 തന്നെ കിട്ടും. അതായത് ഈ ആംഗിൾ തന്നെയാണ് ഇവിടെ വന്നത്. എങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ട്വൈസ് ആണ് ഇതെങ്കിൽ, അതായത് ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുക. ഈ ആംഗിൾ അറിയാം, ഇതറിയാം, മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുമ്പോൾ 60 നിന്ന് 30 കുറയ്ക്കുന്നതാണ് ഈ ആംഗിൾ. അപ്പോൾ ഈ ആംഗിൾ 30 കിട്ടി. അപ്പോൾ നോക്കിയേ, ഇത് 2 സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളാണ് അല്ലേ? 2 ആംഗിൾ ഈക്വൽ എന്ന് പറഞ്ഞാൽ 2 സൈഡ് ഈക്വൽ. അപ്പോൾ ഈ സൈഡും ഈ സൈഡ് ഈക്വലാണ്. അതായത് ഇത് 40 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര തന്നെയായിരിക്കും? 40 തന്നെയായിരിക്കും. ഈ 2 ആംഗിൾ ഈക്വൽ ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കിട്ടിയത്. അതായത് ഇതിൻ്റെ ട്വൈസ് ആയിട്ട് ഈ ആംഗിൾ വരത്തക്ക രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഈ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് 40 ആണ്. ഇനി നോക്കിയേ, ഇത് 60 ആകുമ്പോൾ ഇത് എത്രയാ? 30 വരും, കാരണം 30 അല്ലേ? 90 ഇത് 60 കുറച്ചാൽ 30. അപ്പോൾ 30, 60, 90 ആംഗിൾസ് ഉള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണിത്. അപ്പോൾ 30യുടെ ഓപ്പോസിറ്റ് എക്സ് എടുത്താൽ അല്ലേ, 30യുടെ ഓപ്പോസിറ്റ് എക്സ് എടുത്താൽ 60യുടെ ഓപ്പോസിറ്റ് x√3, 90യുടെ ഓപ്പോസിറ്റ് 2x. അപ്പോൾ 2xന്റെ സ്ഥാനത്ത് എത്രയാണ്? 40. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള 2xന്റെ സ്ഥാനത്ത് 40. അപ്പോൾ x എന്ന് പറയുന്നത് 40/2 20 എന്ന് വരും. x എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദി റിവർ ആണ്. അപ്പോൾ വിഡ്ത്ത് ഓഫ് ദി റിവർ 20 മീറ്റർ എന്ന് കിട്ടി. ഇനി AB എന്ന് പറയുന്നത് x√3 ആണ്. അപ്പോൾ x√3 എന്ന് പറയുമ്പോൾ 20√3. അപ്പോൾ 20 × √3യുടെ വാല്യൂ നമുക്കറിയാം 1.73. അപ്പോൾ 20 × 1.73 അതായത് 34.6 മീറ്റർ ആണ് AB. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ട്രീ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? ഈ ABയുടെ കൂടെ 1.7 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 36.3 മീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദി
ട്രീ, വിഡ്ത്ത് ഓഫ് ദി റിവർ 20 മീറ്റർ. അപ്പോൾ നോക്കിക്കുക, പുഴയുടെ ഇക്കരെ നിന്നിട്ട് പുഴയുടെ വീതിയും കണ്ടുപിടിച്ചു, അക്കരെയുള്ള മരത്തിന്റെ ഉയരവും കണ്ടുപിടിച്ചു. അപ്പോൾ ക്ലൈനോമീറ്റർ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഏത് ടവറിന്റെ ഉയരം അല്ലെങ്കിൽ മരത്തിന്റെ ഉയരം ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അക്കരെ നിൽക്കുന്ന മരത്തിന്റെ ഉയരവും ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോ വിഡ്ത്ത് ഓഫ് ദി റിവർ ഈസ് ഈക്വൽ ടു 20 മീറ്റർ, ഹൈറ്റ് ഓഫ് ദി ട്രീ ഈസ് ഈക്വൽ ടു 36.3 മീറ്റർ. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.